നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പൂരാവേശത്തിൽ തൃശൂർ. പൂരവിളംബരത്തോടെ 36 മണിക്കൂർ നീണ്ട തൃശൂർ പൂരം ചടങ്ങുകൾക്ക് തുടക്കമായി. തൃശൂർ പൂരം നാളെ. ഗുരുവായൂർ ചൂൽപ്പുറത്ത് കുറുനരിയുടെ കടിയേറ്റു. പലരുടെയും നില ഗുരുതരം. രാവിലെ 6:30യോടെയായിരുന്നു കുറുനരി ആക്രമണം. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം കോൺഗ്രസ് മുടക്കിയെന്ന് ആരോപണം. സാധാരണക്കാർക്ക് ലഭ്യമാക്കേണ്ട പല പദ്ധതികളും കോൺഗ്രസ് പരാതി നൽകി മുടക്കുന്നുവെന്നും LDF ഭരണസമിതി. വാർത്തകൾ വിശദമായി. പൂരവിളംബരത്തോടെ 36 മണിക്കൂർ നീണ്ട തൃശൂർ പൂരം ചടങ്ങുകൾക്ക് തുടക്കമായി. നെയ്തലക്കാവ് ഭഗവതി തെക്കേ വാതിൽ തള്ളി തുറന്നതോടെയാണ് പൂരവിളംബരമായത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റിയത്. ഇത് 2ാം തവണയാണ് തിടമ്പേറ്റാനുള്ള നിയോഗം എറണാകുളം ശിവകുമാറിനെ തേടിയെത്തുന്നത്. നെയ്തലക്കാവിൽ നിന്നും പുറപ്പെട്ട എഴുന്നള്ളിപ്പ് പടിഞ്ഞാറേ നടവഴിയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. പ്രദക്ഷിണം വെച്ച് പൂരത്തിന് വടക്കുന്നാഥന്റെ അനുമതി വാങ്ങിയ ശേഷം തെക്കേ ഗോപുരവാതിൽ തള്ളിത്തുറന്ന് പുറത്തിറങ്ങിയതോടെയാണ് പൂരവിളംബരമായത്. മേളത്തിന്റെ അകമ്പടിയോടെ നിലപാടുതറയിലെത്തി മടങ്ങുന്നതാണ് ചടങ്ങ്. വൻ ജനാവലിയെ സാക്ഷി നിർത്തിയാണ് പൂരവിളംബരം നടന്നത്. ഇതോടെ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമായി. നാളെ രാവിലെ മുതൽ ഘടകപൂരങ്ങൾ എത്തിത്തുടങ്ങും. കണിമംഗലം ശാസ്താവാണ് ആദ്യം വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക. പിന്നാലെ മറ്റ് ഘടകപൂരങ്ങളുമെത്തും. 11 മണിക്കാണ് തിരുവമ്പാടിയുടെ മടത്തിൽ വരവ് ചടങ്ങ്. 12 മണിക്ക് 15 ആനകളുമായി പാറമേക്കാവ് വിഭാഗം എഴുന്നള്ളും. തുടർന്ന് 2:30യോടെ ഇലഞ്ഞിത്തറ മേളവും വൈകിട്ട് 5:30 തെക്കോട്ടിറക്കവും നടക്കും. തുടർന്നാണ് ഏറ്റവും വർണ്ണാഭമായ കുടമാറ്റം. ശനിയാഴ്ച പുലർച്ചെ 3:30 വെടിക്കെട്ട്. ന്യൂസ് ഡെസ്ക് CCTV. ഗുരുവായൂർ ചൂൽപ്പുറത്ത് 9 പേർക്ക് കുറുനരിയുടെ കടിയേറ്റു. പലരുടെയും നില ഗുരുതരം. രാവിലെ 6:30യോടെയാണ് കുറുനരി ആക്രമണം ഉണ്ടായത്. ചൂൽപ്പുറം വാഗയിൽ റോഡിൽ പണ്ടാരത്തിൽ സുമിത്ത് ഭാര്യ നിമിഷ, മുട്ടത്ത് വർഗീസ്, വെങ്കളത്ത് ജയരാജ്, പണ്ടാരത്തിൽ ചന്ദ്രൻ ഭാര്യ ഷീബ, അമ്പലത്ത് വീട്ടിൽ പരീത്, പട്ടണത്ത് രവി, തെക്കേത്തറയിൽ പാർവതി, ഇവരുടെ മകൻ ശശി, ശശിയുടെ മകൻ ശബരീഷ്, ഇരിങ്ങപ്പുറം സ്വദേശി നിതിൻ ദേവ് എന്നിവർക്കാണ് കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. രാവിലെ 6:30യോടെയാണ് കുറുനരി ആക്രമണം തുടങ്ങിയത്. മുറ്റം വൃത്തിയാക്കുകയായിരുന്ന നിമിഷയെ കുറുനരി ചാടി വീണ് ആക്രമിക്കുകയായിരുന്നു. വലതുകൈയിലും കാൽമുട്ടിന് താഴെയുമാണ് ഇവർക്ക് കടിയേറ്റത്. ഭർത്തൃമാതാവ് ചിത്ര ചൂലുമായി നേരിട്ടതോടെയാണ് കുറുനരി ഓടിപ്പോയത്. വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് അയൽവാസികളായ ജയരാജിനും വർഗീസിനും കടിയേറ്റത്. 15 ദിവസത്തെ അവധിക്ക് വിദേശത്തു നിന്നും എത്തിയതായിരുന്നു ജയരാജ്. ഇയാളുടെ വലതു കൈയിലാണ് കടിയേറ്റത്. കിണറിനടുത്ത് നിൽക്കുകയായിരുന്ന പരീതിന്റെ ശരീരമാസകലം കടിയേറ്റു. വളർത്തുനായയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് കണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രവിക്ക് കടിയേറ്റത്. മുഖത്തും കൈകാലുകളിലും കടിയേറ്റിട്ടുണ്ട്. മുറ്റം വൃത്തിയാക്കുന്ന പാർവതിയെ ആക്രമിക്കുന്നത് കണ്ട് എത്തിയപ്പോഴാണ് ശശിക്ക് കടിയേറ്റത്. ഇരുവരെയും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ശബരീഷിനും കടിയേറ്റു. രാവിലെ പത്രവിതരണത്തിന് ഇറങ്ങിയപ്പോഴാണ് നിതിൻ ദേവിന് ആക്രമണമേറ്റത്. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. മേഖലയിൽ കുറുനരിയുടെയും കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കുറുനരിയുടെ ആക്രമണത്തിന് ഇരയായവർക്ക് നഗരസഭ അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ് ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉരുളിയിൽ നിന്ന് കാണിക്കപ്പണം മോഷ്ടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ തെക്കിനിയടത്ത് വീട്ടിൽ സന്തോഷ് കുമാറിനെയാണ് ടെമ്പിൾ SHO K ഗിരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഇയാൾ നാലമ്പലത്തിനകത്ത് ഗണപതി ക്ഷേത്രത്തിന് എതിർവശത്തുള്ള സരസ്വതി മണ്ഡപത്തിന് മുന്നിലെ ഉരുളിയിൽ നിന്ന് 11,800 രൂപ മോഷ്ടിക്കുന്നത്. പണം പോലീസ് പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു. ഇയാൾക്കെതിരെ തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ സമാനമായ 18ഓളം കളവു കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ചാവക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം കോൺഗ്രസ് മുടക്കിയെന്ന് ആരോപണം. 2022-23 സാമ്പത്തിക വർഷത്തെ പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി അപേക്ഷ നൽകിയ ഏകദേശം 487 പേർക്ക് കട്ടിൽ വിതരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് മുൻപ് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് എഗ്രിമെന്റ് വെച്ച് ഉദ്ഘാടനം നടത്തി വിതരണം ആരംഭിച്ചിരുന്നു. ഈ പദ്ധതിയാണ് കോൺഗ്രസ് പരാതി നൽകി വിതരണം തടസ്സപ്പെടുത്തിയിരിക്കുന്നതെന്ന് LDF പഞ്ചായത്ത് കമ്മിറ്റി ആരോപിക്കുന്നു. സാധാരണക്കാർക്ക് ലഭ്യമാക്കേണ്ട മറ്റ് പല പദ്ധതികളും കോൺഗ്രസ് പരാതി നൽകി മുടക്കി.
എരുമപ്പെട്ടിയിലെ മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ ഗ്രൂപ്പ് തിരഞ്ഞ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉൾപ്പെടെയുള്ള യോഗങ്ങളിൽ കയ്യാങ്കളി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജനങ്ങൾക്ക് നൽകുന്ന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്നത്. വികസന മുടക്കികളായ കോൺഗ്രസിനെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് LDF ആവശ്യപ്പെട്ടു. യോഗത്തിൽ ചെയർമാൻ KV ശങ്കരനാരായണൻ അധ്യക്ഷനായി. കൺവീനർ MS സിദ്ധൻ, S വസന്തലാൽ, KM അഷ്റഫ്, M നന്ദീഷ്, PT ദേവസി എന്നിവർ സംസാരിച്ചു. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകൾ. BJP ICUവിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രാണപ്രതിഷ്ഠ നടത്താനുള്ള കടമ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കുണ്ടെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പുവരുത്തി LDF കാട്ടകമ്പാൽ പഴഞ്ഞി ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി ചിറക്കലിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പരിമിതമായ അവസരം മാത്രമേ ഉള്ളൂ എന്നും അത് BJP RSS സർക്കാരിനെ താഴെയിറക്കുക എന്നതാണ്. RSSൽ നിന്നും ഭരണഘടന ഗുരുതരമായ ഭീഷണി നേരിടുന്നു. BJP ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഫാക്ടറി തുറന്നിരിക്കുന്നു. നുണ സത്യമായും സത്യം നുണയായും പരിവർത്തനപ്പെടുത്തുന്ന ഫാക്ടറി, അതിനെ ജനകീയ ഐക്യം കൊണ്ട് പൂട്ടിക്കണം എന്നും അവർ പറഞ്ഞു. The participation of women in all the LDF meetings throughout Kerala. കേരളത്തിലെമ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗങ്ങളിൽ സ്ത്രീകളുടെ വമ്പിച്ച പങ്കാളിത്തമുള്ളത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. I know when I see the women coming after all the work they do. And sisters, we have very little choice today. നമുക്ക് സത്യത്തിൽ വലിയ തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. Because there is only one choice. ഒരൊറ്റ ചോയ്സ് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. And that choice is to vote to ensure the defeat of the BJP RSS government in Delhi. ആ പോംവഴി എന്ന് പറയുന്നത് ഡൽഹി ഭരിക്കുന്ന BJP RSS സർക്കാരിനെ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തുക എന്നതാണ്. ഇന്ത്യയിലെ നുണ നിർമ്മാണ ഫാക്ടറിയുടെ ചെയർമാനായി പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിലൂടെ 8500 കോടി രൂപ സമാഹരിച്ച BJPയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി പാർട്ടിയെന്നും അവർ ആരോപിച്ചു. CPI പഞ്ചായത്ത് സെക്രട്ടറി P. രവീന്ദ്രൻ അധ്യക്ഷനായി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, LDF മണ്ഡലം സെക്രട്ടറി MN സത്യൻ, കൺവീനർ KT ഷാജൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ, സീതാ രവീന്ദ്രൻ, ES രേഷ്മ, നാസർ ഹമീദ്, MM ജലീൽ, സുബ്രഹ്മണ്യൻ, TC ചെറിയാൻ എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ പഴഞ്ഞി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെയുള്ള റാലിക്കു ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഏപ്രിൽ 26 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് നടന്നു. മണ്ഡലത്തിലുള്ള 189 ബൂത്തുകളിലേക്കായി 226 വോട്ടിംഗ് യന്ത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ചാവക്കാട് MRRM സ്കൂളിലാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലേക്കായുള്ള വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്യാൻ ഒരുക്കിയിരിക്കുന്നത്. വോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യവും സ്കൂളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്യുന്നവർക്കായി ഇലക്ഷൻ ക്ലാസും നടത്തി. ഡെപ്യൂട്ടി തഹസിൽദാർ P. രാജൻ, ജോസഫ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി തൃശൂരിൽ നിന്നും മത്സരിക്കുന്ന അഡ്വക്കേറ്റ് BS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കാക്കശ്ശേരിയിൽ നിന്നും നൂറുകണക്കിന് ഇടതുമുന്നണി പ്രവർത്തകർ മുത്തുകുടകളും മേളവും ബലൂണുകളും പ്ലക്കാർഡുകളും കൊടികളുമായി പങ്കെടുത്ത റാലി പൂവത്തൂരിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. LDF മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് PG സുബിദാസ് അധ്യക്ഷനായി. CPI ജില്ലാ കമ്മിറ്റി അംഗം KV വിനോദൻ, RJD ജില്ലാ സെക്രട്ടറി PL ഡൊമിനി, LDF മേഖലാ സെക്രട്ടറി ഷാജി കാക്കശ്ശേരി, TK ചന്ദ്രൻ, TC മോഹനൻ, ആഷിഖ് വലിയകത്ത, PV അശോകൻ, ജിയോ ഫോക്സ്, RA അബ്ദുൾ ഹക്കീം, ലതി വേണുഗോപാൽ, ഹെൻറി എന്നിവർ സംസാരിച്ചു. ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് BJP പ്രതിപക്ഷത്തെ വേട്ടയാടുന്നുവെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെങ്കിടങ്ങ ഈസ്റ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ED രജിസ്റ്റർ ചെയ്ത 120ഓളം കേസുകളിൽ 100ഉം പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെയായിരുന്നു.
പട്ടിണിയിൽ രാജ്യം 50-ാം സ്ഥാനത്ത് നിന്ന് 101-ാം സ്ഥാനത്തായി. ഇന്ത്യയിൽ മോദി ഭരണത്തിൽ പോഷകാഹാരക്കുറവ് കൊണ്ട് മരിച്ചത് 9 ലക്ഷം പേരാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കും എന്നതിൽ രാജ്യത്തെ 90% ചെറുപ്പക്കാർക്കും പ്രതീക്ഷയില്ല. വൻകിട കോർപ്പറേറ്റുകളുടെ കടങ്ങൾ 1% പലിശയ്ക്ക് SBI എഴുതിത്തള്ളുന്നു. റെയിൽവേയുടെ ആസ്തി 2 ലക്ഷം കോടി രൂപ ഉണ്ടായിട്ടും പുതിയ ഒരു തൊഴിലാളിയെപ്പോലും നിയമിക്കുന്നില്ല. മാപ്പുസാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിൽ അടച്ചിരിക്കുന്നതെന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണം. നമ്മളുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നെടുന്തൂണാണ് ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്നെല്ലാം പറയുന്നത്. അതുപോലെ ബോധവരത, എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ഇന്ന് എവിടെ നിൽക്കുന്നു നമ്മൾ നോക്കേണ്ട കാര്യമാണ്. കരിനിയമങ്ങൾക്കെതിരെ പോരാടാനും കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും LDF അംഗങ്ങൾ പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും ശ്രേയാംസ് കുമാർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KK ബാബു അധ്യക്ഷനായി. CPI ദേശീയ കൌൺസിൽ അംഗം KP രാജേന്ദ്രൻ, RJD സംസ്ഥാന സെക്രട്ടറി യൂജിൻ മൊറേലി, LDF നേതാക്കളായ VR മനോജ്, രമേശൻ, അജി ഫ്രാൻസിസ്, ബെന്നി ആന്റണി, ജിജി ബാസ്റ്റിൻ താണിക്കൽ, ജോസ് കാഞ്ഞിരത്തിങ്കൽ, TA സുരേഷ് എന്നിവർ സംസാരിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷമാണ് പൊതുസമ്മേളനം നടന്നത്. CCTV ന്യൂസ്, കേച്ചേരി. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മറ്റം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. നമ്പഴിക്കാട്, റെഡ് സ്റ്റാർ, കണ്ടിയൂർ എന്നിവിടങ്ങളിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനം മറ്റം സെന്ററിൽ സംഗമിച്ചു. തുടർന്ന് മറ്റം സെന്ററിൽ നടന്ന പൊതുയോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. CPI കണ്ടാണിശ്ശേരി ലോക്കൽ സെക്രട്ടറി ശിവൻ വാഗ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ഉഷ പ്രഭുകുമാർ, CPI ജില്ലാ കമ്മിറ്റി അംഗം PK കൃഷ്ണൻ, NCP സംസ്ഥാന സെക്രട്ടറി AV വല്ലഭൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം KG പ്രമോദ്, NCP കണ്ടാണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ആളൂർ, CPI ലോക്കൽ കമ്മിറ്റി അംഗം ഷാരി ശിവൻ, C അംബികേശൻ, KS ദിലീപ്, മിനി ജയൻ എന്നിവർ സംസാരിച്ചു. പൊന്നാനി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസമദ് സമദാനിയുടെ ചാലിശ്ശേരി പഞ്ചായത്തിലെ പ്രചരണത്തിന് തുടക്കമായി. മുഖ്യ പീടികയിൽ നടന്ന കുടുംബസംഗമം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, PS അബ്ദുറഹ്മാൻ, PV ഉമ്മർ മൗലവി, AM ഷെഫീഖ്, പ്രദീപ് ചെറുവാശ്ശേരി, P അബ്ദുള്ള, K ഇജാസ്, അനസ്, റസാഖ് പുളിയഞ്ഞാലിൽ, ഹുസൈൻ പുളിയഞ്ഞാലിൽ, നിഷ അജിത് കുമാർ, റംല വീരാൻകുട്ടി, ഷഹന അലി എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. കാഞ്ഞിരക്കോട് തോട്ടുപാലത്ത് നിയന്ത്രണം വിട്ട കാർ വെള്ളച്ചാലിലേക്ക് വീണു. കാർ യാത്രക്കാരിയായ യുവതിക്ക് നിസ്സാര പരിക്കേറ്റു. തോട്ടുപാലം ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റ സ്ത്രീയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളം നഗരത്തിൽ അപകടക്കെണിയൊരുക്കി സ്ലാബ് ഇളകി കിടക്കുന്ന കാന. പട്ടാമ്പി റോഡിൽ പഴയ കേരള വസ്ത്രാലയം കെട്ടിടത്തിന് മുന്നിലെ കാനയുടെ ഒരു ഭാഗത്തെ സ്ലാബാണ് ഇളകിയിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വ്യാപാര സ്ഥാപനത്തിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും മറ്റുമായി ഇതുവഴി യാത്ര ചെയ്യുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ സ്ലാബ് അടയ്ക്കാനുള്ള നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രസിദ്ധമായ കാട്ടങ്ങാമ്പൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് മുന്നോടിയായി ചെറിയ കുതിരവേല ആഘോഷിച്ചു. ദാരികന്റെ പടപ്പുറപ്പാടാണ് ചെറിയ കുതിരവേലയായി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നത്. പറയെടുപ്പിന് ശേഷം ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ആറാട്ട് കഴിഞ്ഞ് ഭഗവതി എഴുന്നള്ളുമ്പോൾ കുതിരകളെ അണിനിരത്തി സ്വീകരിച്ചു. വെള്ളിയാഴ്ചയാണ് വലിയ കുതിരവേല ആഘോഷിക്കുന്നത്. ഭദ്രകാളിയുടെ യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് വലിയ ഒറ്റക്കുതിരയുമായി വലിയ കുതിരവേല ആഘോഷിക്കുന്നത്. ശനി, ഞായർ ദിവസങ്ങളിലാണ് പ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരം. കാളി ദാരിക സംവാദവും പ്രതീകാത്മക ദാരികാവധവും കാണാൻ ഒട്ടേറെ പേർ ക്ഷേത്രത്തിലെത്തും. പൂരം CCTVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ AKG നഗറിലെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ നടപടി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ ഉൾപ്പെടുന്ന AKG നഗറിൽ ശശി ചാണാശ്ശേരിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലേക്ക് നിക്ഷേപിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ജൈവ അജൈവ മാലിന്യങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ നീക്കം ചെയ്യാൻ ആരംഭിച്ചു. മാലിന്യത്തിൽ നിന്നുള്ള രൂക്ഷമായ ദുർഗന്ധം ദുസ്സഹമായ സാഹചര്യത്തിലാണ് മാലിന്യ നീക്കത്തിന് നടപടി കൈക്കൊണ്ടത്. കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഓഫീസർക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് സ്ഥിതിഗതികൾ മനസ്സിലാക്കിയത്. വർഷങ്ങളായി പരിസരവാസികൾ മാലിന്യം പറമ്പിലേക്ക് വലിച്ചെറിയുകയായിരുന്നു.
പൊതുജനാരോഗ്യത്തിനും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനും സാഹചര്യമൊരുക്കുന്ന രീതിയിലായിരുന്നു മാലിന്യ നിക്ഷേപം. പ്രദേശവാസികളുടെ സഹകരണത്തോടെ ജനകീയ സമിതി രൂപീകരിച്ചാണ് മാലിന്യം നീക്കം ചെയ്യുക. പ്രദേശവാസികൾക്കൊപ്പം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ സഹകരണത്തോടെ മാലിന്യം തരംതിരിച്ച് നീക്കം ചെയ്യാനാണ് തീരുമാനം. തുടർന്ന് പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ക്യാമറ നിരീക്ഷണം ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കും. കണ്ടാണശ്ശേരി ഹെൽത്ത് ഓഫീസർ ഡോക്ടർ KP ചിന്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, VL ബിജു എന്നിവരാണ് സ്ഥലം സന്ദർശിച്ച് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. CCTV ന്യൂസ്, കേച്ചേരി. വേനൽ കനക്കുകയും വാഴാനി ഡാമിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം ഒഴുകിയെത്താതിരുന്നത് മൂലം ആദൂർ മുട്ടിക്കൽ ചിറ വറ്റി. ഇതോടെ വേലൂർ, കടങ്ങോട് പഞ്ചായത്തുകളിലെ ആദൂർ, എയ്യാൽ, പുലിയന്നൂർ, വെള്ളാറ്റഞ്ഞൂർ, കുറുവന്നൂർ പ്രദേശങ്ങളിലെ പച്ചക്കറി, വാഴ, കവുങ്ങ് കർഷകർ പ്രതിസന്ധിയിലായി. വേനൽ മഴയുടെ കുറവും പ്രതിസന്ധി രൂക്ഷമാക്കി. വേനൽക്കാലത്ത് ചിറയിൽ വെള്ളം കുറയാറുണ്ടെങ്കിലും വേനലിൽ 2-ൽ കൂടുതൽ തവണ ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം ഒഴുകിയെത്തി ചിറയിൽ സംഭരിക്കപ്പെടുന്നതോടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയും ചെയ്യാറുണ്ട്. എരുമപ്പെട്ടിയുടെ ചരിത്രത്തിൽ ഇടം നേടിയ തിരുഹൃദയ ഫൊറോന ദേവാലയം ഓർമ്മയാകുന്നു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് 48 വർഷം മുമ്പ് സ്ഥാപിച്ച ദേവാലയം പൊളിച്ചു നീക്കുന്നത്. എരുമപ്പെട്ടി എന്ന ഗ്രാമത്തെ അടയാളപ്പെടുത്തുന്ന പ്രധാന സ്തംഭങ്ങളിലൊന്നാണ് തിരുഹൃദയ ഫൊറോന ദൈവാലയം. കാലം മാറ്റങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ദൈവാലയവും വിസ്മൃതിയിലാവുകയാണ്. എരുമപ്പെട്ടി ഗ്രാമത്തിന്റെ ചരിത്രം പറയുമ്പോൾ തിരുഹൃദയ ഫൊറോന ദേവാലയത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. 1976 സ്ഥാപിച്ച ഈ ദേവാലയം എരുമപ്പെട്ടിയുടെ സാമൂഹിക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 1893 എരുമപ്പെട്ടി ഇടവക രൂപീകൃതമായത്. അതിനു മുമ്പ് കിലോമീറ്ററുകളോളം ദൂരമുള്ള വേലൂർ അർണോസ് പാതിരി പള്ളിയെയാണ് ആരാധനയ്ക്കായി ആശ്രയിച്ചിരുന്നത്. 1896 പൂർവികരായ വിശ്വാസികൾ മരവും തെങ്ങോലയും വൈക്കോലും ഉപയോഗിച്ച് ശ്രമദാനത്തിലൂടെ എരുമപ്പെട്ടി ഇടവകയ്ക്ക് സ്വന്തമായി പള്ളി പണിത് ആരാധന ആരംഭിച്ചു. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും 1976 1000 പേർക്ക് ആരാധനയ്ക്കുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പള്ളി നിർമ്മിച്ചു. അന്ന് ഇന്നത്തെ മാതിരിയുള്ള കാഷിൻ്റെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ വിഷമിച്ച് ശ്രമദാനവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ആ പള്ളി പണി തുടങ്ങിയത്. അന്ന് ആ പഴയ പള്ളിയുടെ കഴുക്കോലും കാര്യങ്ങളും മരസാധനങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഡ്രസ്സ് ഉണ്ടാക്കിയിട്ട്. ആ ഡ്രസ്സാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പം പിന്നെ ഒരു ടെക്നിക്കൽ സെക്ഷനിൽ കാര്യമായിട്ട് ഒരു ചിലവും വന്നിട്ടില്ല. അത് ഒന്ന് ഞാനും ഒന്ന് ജോസഫേട്ടനും കൂടിയിട്ടാണ് ഇതിൻ്റെ ടെക്നിക്കൽ ഇതൊക്കെ ചെയ്ത് ഈ ഡ്രസ്സുകൾ ഉണ്ടാക്കിയതും എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. ഒരു ആരാധനാലയം എന്നതിനോടൊപ്പം എരുമപ്പെട്ടിയുടെ സാംസ്കാരിക വളർച്ചയിൽ ഈ ദേവാലയം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടിയിലെ വ്യാപാര സംസ്കാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പള്ളി കോമ്പൗണ്ടിൽ മഹാവാണി ബസന്ത ആരംഭിച്ചു. ദൂരസ്ഥലങ്ങളിലുള്ളവർ പോലും കച്ചവടത്തിനായി ഇവിടെ എത്തിയിരുന്നു. യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന പല സംരംഭങ്ങൾക്കും പള്ളി നേതൃത്വം രൂപം നൽകി. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം ആരംഭിച്ചു. എരുമപ്പെട്ടിയുടെ പരിസര ഗ്രാമത്തിലെ മാറാരോഗം ചികിത്സിക്കുന്നതിനായി വിദേശ പങ്കാളിത്തത്തോടെ മരുന്നുകൾ സംഘടിപ്പിച്ച് ഹെൽപ്സ് എന്ന സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഈ ദേവാലയം അന്നത്തെ പൂർവികരെല്ലാവരും വളരെ ശ്രമദാനത്തോടുകൂടി പണിയുകയും അന്നത്തെ പഴയ പള്ളിയുടെ മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വിദഗ്ധമായ രീതിയിലുള്ള ട്രസ്സുകൾ മരം കൊണ്ട് തന്നെ നിർമ്മിച്ച് അതിനെ വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. അതിനുശേഷം ഈ കാലഘട്ടങ്ങളുടെ ഈ വളർച്ചയിൽ എരുമപ്പെട്ടി പ്രദേശത്തിൻ്റെ വളർച്ചയിലൊക്കെ അത് നെടുന്തൂണായി നിൽക്കുന്ന ഒരു ദേവാലയം എന്ന രീതിയിൽ ഇതിൻ്റെ പുനർനിർമ്മാണം ഇവിടെ ആവശ്യം വന്നു. ഇവിടെ ഇടവക എണ്ണം കൂടുകയും ചെയ്തതിൻ്റെ സ്ഥലസൗകര്യത്തിൻ്റെ കുറവുകളൊക്കെ നിർവഹിക്കാൻ ഒരു പുതിയ ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു. അന്തരിച്ച ഡോക്ടർ ജോസ് വർഗീസിന്റെ നേതൃത്വത്തിലാണ് ചികിത്സ നടത്തിയിരുന്നത്. കോൺവെന്റിലെ സിസ്റ്റർമാർ സെർച്ച് എഡ്യൂക്കേഷൻ ട്രീറ്റ്മെന്റ് പദ്ധതി പ്രകാരം ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. ഇതോടൊപ്പം പല ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും പള്ളി നേതൃത്വം നൽകി. 1992 ഇടവക പള്ളി ഫൊറോന ദേവാലയമായി ഉയർത്തി. വിശ്വാസികളുടെ എണ്ണത്തിലെ വർധനവും നിലവിലെ പള്ളിയുടെ അസൗകര്യവും പഴക്കവുമാണ് ആധുനിക രീതിയിൽ സൗകര്യങ്ങളോടുകൂടിയ പുതിയ പള്ളി നിർമ്മിക്കുകയെന്ന തീരുമാനത്തിലേക്ക് ഇടവകക്കാർ എത്തിച്ചേർന്നത്.
നിലവിലെ പള്ളി പൊളിച്ചു മാറ്റുന്നതിനോടൊപ്പം വികാരി ഫാദർ ജോഷി ആളൂരിന്റെ നേതൃത്വത്തിൽ ഇടവകക്കാരുടെ സഹകരണത്തോടെ പുതിയ പള്ളിയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എരുമപ്പെട്ടിയുടെ സാമൂഹിക മേഖലയ്ക്ക് തിരുഹൃദയ ഫൊറോന ദൈവാലയം നൽകിയിട്ടുള്ള സംഭാവനകൾ എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. പുതിയ ദൈവാലയത്തിനും എരുമപ്പെട്ടിയുടെ ചരിത്രത്താളുകളിൽ ഇടം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദൃശ്യങ്ങൾ പകർത്തിയ ആൽഫ ബിജു, ഇബ്രാഹിം പഴൂർ എന്നിവർക്കൊപ്പം AM മുർഷീദ്, എരുമപ്പെട്ടി. കടവല്ലൂർ പഞ്ചായത്തിലെ കോടത്തുംകുണ്ട് ഒറ്റപ്പിലാവ് റോഡിലെ കൊരട്ടിക്കര ക്ഷേത്രത്തിന് സമീപമുള്ള പാലം വീതി കൂട്ടുന്ന പണി അവസാന ഘട്ടത്തിൽ. 1 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഒറ്റപ്പിലാവ് കോടത്തുംകുണ്ട് റോഡ് പദ്ധതിയുടെ ഭാഗമായാണ് പാലം നിർമ്മിക്കുന്നത്. റോഡിന്റെ നിർമ്മാണം മാസങ്ങൾക്ക് മുൻപ് പൂർത്തിയാക്കിയിരുന്നു. നിലവിലെ പാലത്തിനോട് ചേർന്ന പുതിയ റോഡിൽ നിന്നും മാറിയാണ് പാലത്തിന്റെ വീതി വർദ്ധിപ്പിക്കുന്നത്. കൊരട്ടിക്കര ക്ഷേത്രക്കുളത്തിന്റെ ഭിത്തി ബലപ്പെടുത്തലും പദ്ധതിയിലുണ്ടായിരുന്നു. ക്ഷേത്രക്കുളത്തിന്റെ റോഡിനോട് ചേർന്നുള്ള ഭാഗം നിലവിൽ ജീർണാവസ്ഥയിലാണ്. കൊരട്ടിക്കര തോട്ടിലെ വെള്ളം സംഭരിച്ചു നിർത്തി നെൽകൃഷിക്ക് ഉപയോഗിക്കാൻ പാലത്തിനൊപ്പം തടയണയും വേണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കെ ശൈലജ ടീച്ചർക്കെതിരെ UDF നടത്തുന്ന സംഘടിതമായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ മഹിളാ മുന്നണി പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. അകലാട് അൽസാക്കിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം 3 സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം പുന്നയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ പുന്നയൂർ സൌത്ത് സെക്രട്ടറി രമണി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ സെക്രട്ടറി ജിസ്ന ലത്തീഫ്, പുന്നയൂർ നോർത്ത് പ്രസിഡന്റ് സലീന നാസർ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, CDS മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ SYS ആചരിക്കുന്ന പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്ലാറ്റൂൺ അസംബ്ലി ഏപ്രിൽ 20 നടക്കും. SYSന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് രൂപീകരിച്ചിട്ടുള്ള സന്നദ്ധ സംഘമാണ് പ്ലാറ്റൂൺ. സാന്ത്വന, സേവന, സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം പരിശീലനം ലഭിച്ച ഈ സംഘത്തിൽ ജില്ലയിൽ 1100 അംഗങ്ങളാണ് ഉള്ളത്. അവരുടെ സമർപ്പണവും പ്ലാറ്റൂൺ പരേഡും പൊതുസമ്മേളനവുമാണ് പ്ലാറ്റൂൺ അസംബ്ലിയിൽ ഉണ്ടാവുക. വൈകിട്ട് 4:30 മുതുവട്ടൂർ സെന്ററിൽ നിന്നാരംഭിക്കുന്ന റാലിയോടെയാണ് പ്ലാറ്റൂൺ അസംബ്ലിക്ക് തുടക്കമാവുക. ചാവക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റാലി സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം SYS ജില്ലാ പ്രസിഡന്റ് വരവൂർ അബ്ദുൾ അസീസ് നിസാമിയുടെ അധ്യക്ഷതയിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന സെക്രട്ടറി M മുഹമ്മദ് സ്വാദിഖ് പ്രമേയ പ്രഭാഷണവും CN ജാഫർ സന്ദേശ പ്രഭാഷണവും CKM ഫാറൂഖ് പ്രൈം ടൈം സ്പീച്ചും നടത്തും. SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് നിസാമി വരവൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി PU ഷമീർ, SYS അംഗങ്ങളായ KB ബഷീർ, ഹുസൈൻ ഹാജി പെരിങ്ങോട്, മൊയിനുദ്ദീൻ പണ്ടാറക്കാട്, നിഷാർ മേച്ചേരിപ്പടി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് ചാവക്കാട്. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി നഴ്സിംഗ് സ്കൂളിലെ 18ാമത് ബാച്ചിന്റെ ഡിപ്ലോമ അവാർഡ് വിതരണവും 21ാമത് ബാച്ചിന്റെ ലാമ്പ് ലൈറ്റിംഗും നടന്നു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രി ട്രഷറർ മോൺസി എബ്രഹാം, കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ അമൽ പോൾ, ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സാബു ജോർജ് എന്നിവർ സംസാരിച്ചു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. ആശുപത്രി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഐസക് പാപ്പച്ചൻ, നഴ്സിംഗ് സൂപ്രണ്ട് ഷീബ മാത്യൂസ്, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, നഴ്സിംഗ് സ്കൂൾ സ്റ്റാഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എരുമപ്പെട്ടി മങ്ങാട് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതായി പരാതി. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വിവിധയിടങ്ങളിലാണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. മങ്ങാട് സെന്റർ, സാംസ് ആശുപത്രിക്ക് സമീപം എന്നിവിടങ്ങളിലാണ് കുടിവെള്ളം വൻതോതിൽ ഒഴുകിപ്പോകുന്നത്. നിരവധി തവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചെങ്കിലും ആരും നടപടിയെടുക്കുന്നില്ലെന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. എരുമപ്പെട്ടി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ടീൻ മീറ്റ് സംഘടിപ്പിച്ചു. ദുബായ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ താര അതിയടത്ത് ഉദ്ഘാടനം ചെയ്തു. ഇടം ജോയിന്റ് സെക്രട്ടറി സുധീഷ് പറമ്പിൽ അധ്യക്ഷനായി. സെക്രട്ടറി KP ജയൻ, KM സൗമ്യ, KA ഫരീദ് അലി, KR രാധിക, ശ്രുതി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മേജർ KP ജോസഫ്, ഡോക്ടർ ബാബുരാജ്, ഷാഹുൽ പഴുനാന, രാജേഷ് ഹരിദാസ് എന്നിവർ വിവിധ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പെരുന്തുരുത്തി സ്വദേശി കിരൺ മുരളിക്ക് കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉപഹാരം നൽകി അനുമോദിച്ചു. കോൺഗ്രസ് നേതാവ് K ജയശങ്കർ ഉപഹാരം സമ്മാനിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, പഴഞ്ഞി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ്,
റാഷിദ് പെരുന്തുരുത്തി, ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് PA നൂറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KA മുരളീധരന്റെ മകനാണ് കിരൺ. സിവിൽ സർവീസ് പരീക്ഷയിൽ 468 റാങ്ക് നേടി കുന്നംകുളത്തിന് അഭിമാനമായി മാറിയ പഴഞ്ഞി പെരുന്തുരുത്തി സ്വദേശി കിരണിനെ BJP കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. OBC മോർച്ച ജില്ലാ അധ്യക്ഷൻ KS രാജേഷ് പൊന്നാടയണിയിച്ച മൊമെന്റോ നൽകി. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, വൈസ് പ്രസിഡന്റ് രജി ഷൈനൂർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു പട്ടിത്തടം, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുനീഷ് മാങ്കടവിൽ, ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ അതിരൂപതയിലെ മാതൃകാ യൂണിറ്റ് പുരസ്കാരത്തിന് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് അർഹരായി. 2023-24 വർഷത്തിലെ പ്രവർത്തന മികവിനാണ് പുരസ്കാരം. മാർ ജോസഫ് കുണ്ടുകുളം അനുസ്മരണ സമ്മേളനത്തിൽ മാർ ടോണി നീലങ്കാവിൽ നിന്നും യൂണിറ്റ് പ്രസിഡന്റ് CV ബേബി, സെക്രട്ടറി CJ സോജൻ, ട്രഷറർ MS സുനിൽ, കൂട്ടായ്മ ഭാരവാഹികൾ, യുവജന കൂട്ടായ്മ ഭാരവാഹികൾ, യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഇടവക കേന്ദ്ര സമിതി കൺവീനർ KT സിൻഡോ, അതിരൂപത ജോയിന്റ് സെക്രട്ടറി ബിജു C വർഗീസ് എന്നിവർ പങ്കെടുത്തു. തൊഴിയൂർ ദാറുർ റഹ്മ വാഫി കോളേജ് പ്രഥമ അലുമിനി സംഗമം ചാവക്കാട് ഖുറാൻ സ്റ്റഡീസ് സെന്ററിൽ നടന്നു. CIC ജനറൽ സെക്രട്ടറി ഹബീബുള്ള ഫൈസി ഉദ്ഘാടനം ചെയ്തു. CIC സ്ഥാപകൻ പ്രൊഫസർ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈസി വിശിഷ്ടാതിഥിയായി. കോളേജ് പ്രിൻസിപ്പാൾ ഉസ്താദ് കബീർ വാഫി അധ്യക്ഷത വഹിച്ചു. ദീർഘകാലം പ്രിൻസിപ്പാളായി സേവനം ചെയ്ത കബീർ വാഫിയെ ചടങ്ങിൽ ആദരിച്ചു. കോളേജ് അധ്യാപകർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഹാഫിൽ ഷിബിലി വാഫി, അബ്ദുള്ള വാഫി, അബ്ദുള്ള സലീബ് വാഫി, സദ് എന്നിവർ പ്രൊജക്ട് അവതരിപ്പിച്ചു. അലുമിനി ഭാരവാഹികളായ അനസ് വാഫി, സിനാൻ വാഫി, ഉമൈർ വാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് 2024 സ്വർണ്ണ മെഡൽ നേടിയ പുന്നേർകുളത്തിന്റെ അഭിമാനമായ CF ഫാദിൽ, C അഭിചന്ദ് എന്നിവരെ പഞ്ചായത്ത് മെമ്പർ അബു താഹിറിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. V അബ്ദുൾ റസാഖ്, അഷ്റഫ് മാവിൻചുവട്, PK അബ്ദുൾ ഹമീദ്, തോഹ റസാഖ്, ഇമാവുദ്ദീൻ, VR സുരേഷ്, ബാബു, കമറുദ്ദീൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. വെൽഫെയർ പാർട്ടി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം ഷെബീർ ആസൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സെക്രട്ടറി മുജീബ് പട്ടേൽ അധ്യക്ഷത വഹിച്ചു. പാതാക്കര യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ഹൈ പതാക ഉയർത്തി. പെരുമ്പിലാവ് ജംഗ്ഷനിൽ നടന്ന പതാക ഉയർത്തൽ യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ ബാബു നിർവഹിച്ചു. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പൊറവൂർ യൂണിറ്റിൽ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ അബ്ദുൾ ഫത്താഹ്, പരുവക്കുന്ന് യൂണിറ്റിൽ പ്രസിഡന്റ് KB സുരേഷും പതാക ഉയർത്തി. യൂണിറ്റ് ഭാരവാഹികളായ NK മൊയ്തീൻ, ആദിൽ ഷിനാദ്, സഹൽ, യാസർ എന്നിവർ പങ്കെടുത്തു. ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് സ്പെഷ്യൽ പോലീസ് ഓഫീസറായി ഡ്യൂട്ടി ചെയ്യാൻ താൽപര്യമുള്ളവർ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പേര് നൽകാം. 18 വയസ്സ് കഴിഞ്ഞവരും NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ്, സിവിൽ ഡിഫൻസ്, സ്റ്റുഡന്റ് പോലീസ് തുടങ്ങിയ മേഖലയിലുള്ളവർക്കും പോലീസ്, മിലിറ്ററി, പാരാമിലിറ്ററി എന്നിവയിൽ നിന്നും വിരമിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. മന്നലാംകുന്ന് അൽ ഹിക്മ മദ്രസയുടെ നേതൃത്വത്തിൽ റമദാനിൽ നടത്തിയ അലിഫ് കിഡ്സ് പരീക്ഷാ വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി. അക്കാഡമിക് അധ്യയന വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്കായി യാത്രയപ്പും ചടങ്ങിൽ ഒരുക്കിയിരുന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം ബാദുഷാ ബദർപള്ളി അലിഫ് കിഡ്സ് പരീക്ഷാ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. മദ്രസ പ്രധാനാധ്യാപിക ഷാഹിദ, മറ്റ് അധ്യാപകരായ സഫ്രീന, ഹസീന എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6785 രൂപ, പവന് 54280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരാവേശത്തിൽ തൃശൂർ. പൂരവിളംബരത്തോടെ 36 മണിക്കൂർ നീണ്ട തൃശൂർ പൂരം ചടങ്ങുകൾക്ക് തുടക്കമായി. തൃശൂർ പൂരം നാളെ. ഗുരുവായൂർ ചൂൽപ്പുറത്ത് കുറുനരിയുടെ കടിയേറ്റു. പലരുടെയും നില ഗുരുതരം. രാവിലെ 6:30യോടെയായിരുന്നു കുറുനരി ആക്രമണം. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം കോൺഗ്രസ് മുടക്കിയെന്ന് ആരോപണം. സാധാരണക്കാർക്ക് ലഭ്യമാക്കേണ്ട പല പദ്ധതികളും കോൺഗ്രസ് പരാതി നൽകി മുടക്കുന്നുവെന്നും LDF ഭരണസമിതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.